അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നിഷ്കാക്കാൻ്റെ സിസ്റ്റേഴ്സിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. 3 സിസ്റ്റേഴ്സാണുള്ളത്. ഒരാൾ നമ്മളടുത്ത് തന്നെയാണ് താമസിക്കുന്നത്, ഒരാൾ പള്ളിക്ക ബസാറും പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമാണ് താമസിക്കുന്നത്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അടുത്ത്. അപ്പോൾ കുറേ ആയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ പോയിട്ട്, ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഉമ്മയും ഉപ്പയും നമ്മൾ എല്ലാവരും കൂടിയിട്ടാണ് അങ്ങോട്ട് പോണത്. അപ്പോൾ ഞങ്ങളിവിടെ കാറ് നിർത്തി ഞാവൽപ്പഴം കണ്ടപ്പോൾ കുറച്ച് വാങ്ങാമെന്ന് വിചാരിച്ച്. ഈ ഒരു സംഭവത്തിന് ഞാവൽപ്പഴം എന്നാണ് നമ്മളവിടെയൊക്കെ പറയുക, എല്ലായിടത്തും അങ്ങനെയാണോയെന്ന് അറിയില്ല. പിന്നെ നല്ലോണം കഴുകിയിട്ട് വേണം കഴിക്കാൻ. കഴുകിയിട്ട് ഉപ്പും കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോവുകയാണ്. ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. അങ്ങനെ ഒരു സിസ്റ്റർ വീട്ടിലെത്തി. ഇപ്പോൾ ഏകദേശം 2 മണിയൊക്കെ കഴിഞ്ഞിരിക്കണ്. നമ്മൾ ലഞ്ച് ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. ഇവിടെ ഗാർഡനിൽ എന്തൊക്കെയോ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നശ്വൻ്റെ സ്പെഷ്യൽ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ടൈം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അടിപൊളി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞാവൽപ്പഴം കഴിച്ച്. ഞാവൽപ്പഴം ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് കഴിക്കുന്നത്. ചിലർ ഉപ്പ് മാത്രമേ ഇടുള്ളൂ, പക്ഷെ പഞ്ചസാരയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇവിടെ ഒരു ജീപ്പുണ്ട്, അപ്പോൾ നമുക്ക് അതിൽ ജസ്റ്റ് ഒന്ന് മേലെ പോയിട്ട് വരാം. ഇവരെ പറമ്പിൽ തന്നെയാണ്. അതിന് മുന്നായിട്ട് നമുക്ക് ലബ്താത്താൻ്റെ ഗാർഡൻ ഒന്ന് കാണാം. ഇത് ലോക്ക്ഡൗൺ ആയിട്ട് ഇവർ ഉണ്ടാക്കിയ വെർട്ടിക്കൽ ഗാർഡൻ ആണ്. എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കൊടുക്കണം താത്ത. നെറ്റ് ഇങ്ങനെ കുമ്പിള് പോലെ ആക്കിയിട്ട് അതിലേതാ ചെടി വെച്ചിക്കണത്? ഇതില് ഓർക്കിഡ്. അത് നെറ്റ് ഇതാക്കിയിട്ട് ഇങ്ങനെ ഈ ടാഗ് ഉണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്ലാസ്റ്റിക്കിന്റെ, ഈ ടാഗ് ഉപയോഗിച്ച് വലിച്ചു കെട്ടി. അപ്പൊ അന്ന് ഈ പിന്നെ ലോക്ക്ഡൌണിന്റെ സമയത്ത് ഞങ്ങക്ക് നഴ്സറികളൊന്നും തുറന്നിട്ടില്ല. ഒരു കടയിൽ ഇങ്ങനെ നെറ്റ് കിട്ടി. അപ്പോൾ ആ നെറ്റ് ഞങ്ങളിങ്ങനെ ഏതാണ്ട് ഒരു സ്ക്വയർ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് കുമ്പിളാക്കി, അതുപോലെ ചകിരി പീസാക്കി പുഴുങ്ങി, മരക്കരി, ഓട് പീസ് ഇതെല്ലാം നിറച്ചിട്ട് ആക്കിയതാണ്. ഇത് ഞങ്ങൾ വീട് പണിൻ്റെ സമയത്ത് ഈ വാട്ടർ ടാങ്ക് വെക്കാനായിട്ട് ഉയരം വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഫ്രെയിമാണിത്. ഇതിവിടെ വേസ്റ്റായി കിട്ടും. സാവധാനം നല്ല ആരോഗ്യത്തോടെ വലുതായതിന് ശേഷം പൂ പിടിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോയിങ് ഹോർമോൺസ് അല്ല ഈ
കെമിക്കൽ വളങ്ങളുണ്ട്, അതുപോലെ ഫ്ലവറിങ്ങിനുള്ള വളങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇത് പൂത്തു പോയിട്ടുണ്ടാവും. ഇതൊക്കെ അഡീനിയാണ്. അഡീനിയത്തിന്റെ കൊറേ കളക്ഷൻസ് ഉണ്ട്. അത് വേനൽക്കാലത്താണ് പൂക്ക. ഇപ്പൊ മഴ ആയതുകൊണ്ട് പൂക്കളില്ല. ഇത് അധികം നനക്കാത്തല്ലേ? നനക്കാത്തതാണ്. നമ്മൾ ജോലിക്കാരുള്ളവർക്കൊക്കെ പറ്റിയ ചെടിയാണ്. നമുക്ക് വൈകുന്നേരം എത്തി പിന്നെ നനക്കാനൊന്നുള്ള സമയമില്ലല്ലോ. ഇതാണ് അഡീനിയത്തിന്റെ വിത്തുകൾ. ഞങ്ങൾ ഈ ജീപ്പിലൊന്ന് റൈഡ് നടത്തിയിട്ട് വരാം. നമ്മള് തൊട്ടടുത്തുള്ളവരെ പറമ്പിലേക്കാ പോണത്. അതിലൂടെ ജീപ്പിൽ പോവാൻ നല്ല രസമാണ്. വണ്ടി കേറിട്ട് മഴയത്ത് എന്താ കെൻസ് പേടിച്ചേ. ഞാൻ പുറത്തേക്ക് ഇറക്കി തരാം. ജീപ്പ് ഇവിടെ നിർത്തിയിട്ട് അങ്ങോട്ട് നടന്നു പോയാ പോരെ. അങ്ങനെ ഞങ്ങൾ എത്തി. ഇവിടെ തൊട്ടടുത്താണ് കരിപ്പൂർ എയർപോർട്ട്. അപ്പോൾ ഇതാണ് നമ്മള് സെനി വാങ്ങിയ പുതിയ ജീപ്പ്. 51 കൊല്ലം പഴക്കണ്ട് കിട്ടാ. എന്നാലും നല്ല അടിപൊളിയാണ്. പുലിക്കുട്ടിയാണ്. ഏതാ മോഡല് സെനിയ? 1968 സ്റ്റേറ്റ് മോഡലാണ്. തറവാട്ടിൽക്കൊന്ന് പോവാട്ടാ. ഞങ്ങളങ്ങനെ എന്താണ് കാടും മലയൊക്കെ താണ്ടി ഇവിടെ എത്തി. നാട് കണ്ട്. ഈ
ഇവിടെ എന്താ? ഇത് അടുക്കളയാണ്. അടുക്കളയാണ്. അത് ശരി. ഇതാണ് അടുക്കള. ഇതാണ് കേട്ടാ ചെറിയ പെങ്ങള്. അവരെ അളിയന്റെ തറവാടാണ് ഇത്. ഇവിടെ ഇപ്പൊ ആൾതാമസമൊന്നുമില്ല, പൂട്ടിക്കിടക്കാണ്. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ഇനി വേറെ സിസ്റ്റർ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടുത്ത് കോഹിനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇതാണ് രണ്ടാമത്തെ സിസ്റ്റർ റഫീദ താത്ത. ഇതൊക്കെ റഫീദ താത്ത ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൂക്കളാണ്. കുറേ മുമ്പ് ഉണ്ടാക്കിയതാണ് ഇതൊക്കെ. ഇവിടെയും നേരത്തെ പോലെ തന്നെ നല്ല ഭംഗിയുള്ള ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. പക്ഷേ രാത്രി ആയതുകൊണ്ട് ഒന്നും നല്ലപോലെ എടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കുറച്ച് ലൈറ്റ് അടിച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ മരത്തിൽ നല്ല ചട്ടികളൊക്കെ കുറേ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിന്റെ പേരെന്താ റഫീദാത്ത? ഡാൻസിങ് ഡോൾ. ഒരു പെൺകുട്ടി പാവാട ഇട്ട് ഡാൻസ് കളിക്കണായിട്ടുണ്ടാവും. ശരിയാണ്, ശരിയാ, ഡാൻസിങ് ഡോളാണിത്. ഇതാണ് മാങ്ങാക്കൂട്ടാൻ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ ഉപ്പും മഞ്ഞളും മുളകും പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്.
ചിക്കൻ മന്തി, പത്തിരി, കറി, പിന്നെ വെറുംചോറ്, അതിനുള്ള ഐറ്റംസ്, അങ്ങനെ എല്ലാം കൂടി ഉണ്ടായിരുന്നു. ഇത് എന്താ സാധനം എന്ന് മനസ്സിലായോ? ഇത് മത്തീൻ്റെ പഞ്ഞീനാണ്. പഞ്ഞീന് നല്ല മസാല ആക്കിയിട്ട് വരട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. കെൻസിന് ഇവിടെ നിൽക്കാനുള്ളൊരു സ്റ്റെപ്പ് ഉണ്ട്, അപ്പോൾ അതിങ്ങനെ എന്നോട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പോണില്ല, ഞാൻ പടക്കാണ്. ക്വസ്റ്റ്യൻ അയച്ചത്